ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു നാടൻ കറി വെക്കാം കേട്ടോ. എൻ്റെ ഉമ്മയുടെ കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഉണക്കമീനുണ്ട്. ഇത് വലിയ മാന്തളാണ്, ഉണക്ക മാന്തളാണ്. നിങ്ങൾക്ക് വേറെ കഷ്ണം മീനൊക്കെ എടുക്കാം കേട്ടോ, വേറെ എന്ത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിലോട്ട് പച്ചക്കായ, വഴുതന, പിന്നെ കുറച്ച് കൊച്ചുള്ളി, തക്കാളി, മുളക്, വേപ്പില. ഇതിൽ പുളിയാണ്, നമ്മുടെ സാധാരണ കോൽപ്പുളിയാണ് പിഴിഞ്ഞ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം, നമുക്ക് മുറിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം വഴുതിരിങ്ങയും കായും മുറിച്ച് വെച്ചിട്ടുണ്ട്. മീനൊരു 2-3 കഷ്ണമാക്കിയിട്ടുണ്ട്. എല്ലാം മുറിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്ക കായ ഇട്ട് വെക്കാം കേട്ടോ, അത് നല്ലത്. വെണ്ടയ്ക്ക നമ്മൾ നല്ലോണം എണ്ണയിൽ വഴറ്റി അതും ഇട്ട് അങ്ങനെയും ചെയ്യാം. ചിലവർക്ക് കായം വഴുതനങ്ങ ഇഷ്ടമാണ്. അങ്ങനെ ഓരോരുത്തർക്ക്. ഞങ്ങളവിടെ മിക്ക ഉണക്കമീൻ കറിയിലൊക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് എൻ്റെ കുറച്ച് മാമന്മാരുടെ വീട്ടിലൊക്കെ അമ്മായിമാരുടെ വീട്ടിലൊക്കെ കുമ്പളങ്ങ ഇട്ട് വെക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ കുമ്പളങ്ങ ഇട്ട് വെച്ചിട്ടില്ല. അത് പാലക്കാട് പിന്നെ എല്ലാ പച്ചക്കറിയും അവർ കറിയിലൊക്കെ ഇട്ട് കഴിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെയാണ് വെക്കണത്, എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഞങ്ങൾ പച്ചക്കായ ഇട്ട് തനിച്ച് പച്ചക്കായ മീനും ഇട്ട് വെക്കാറുണ്ട്, വഴുതന ഇട്ട് വെക്കാറുണ്ട്, വെണ്ടക്ക ഇട്ട് വെക്കാറുണ്ട്. ഞങ്ങളിങ്ങനെയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ വെച്ച് ഉച്ചയൊക്കെ ആയി, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ എടുത്ത് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട. പാലക്കാടൊക്കെ ഒരു കറി ഉണ്ടാവുള്ളൂ, ഇങ്ങനത്തെ തേങ്ങ അരച്ച ഒരു കറി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പപ്പടം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു കറി തന്നെ നമുക്ക് അത് മതി, നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അങ്ങനെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കണേ, കടുകിടില്ല, ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ട് ഉപ്പ് നമ്മൾ അതിൽ നോക്കണം. ഉണക്കമീൻ ചിലവർ നല്ല കഷ്ണമായിട്ട് മീൻ ഉണ്ടാവില്ലേ, സ്രാവ്, പിന്നെ തെരണ്ടി, പിന്നെ അങ്ങനത്തെ ഉണക്കമീൻ കുറേ ഉണ്ടല്ലോ. അങ്ങനത്തെ മീൻ ഉള്ളപ്പോൾ അധികം ഇടും കേട്ടോ. ഇതാവുമ്പോൾ ഒരു ഫ്ലേവറിന് മാത്രം ഇട്ടാൽ മതി. ഇങ്ങനെ എടുക്കുമ്പോൾ മുള്ളു പുറത്തേക്ക് വരുമല്ലോ, അപ്പോൾ പിന്നെ കഴിക്കാൻ പാടായിരിക്കും. ഞാൻ എൻ്റെ ഒരു മാന്തലുള്ളതുകൊണ്ട് ഇട്ടതാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഉണക്കമീനാണോ അത് ഇടുക. ചെമ്മീനും ഇടാം കേട്ടോ. ചെമ്മീൻ ഇതുപോലെ തലയൊക്കെ പിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് അത് ഇതേപോലെ തന്നെ ചെയ്യും കേട്ടോ. അതിനൊക്കെ ഒരു വേറെ ടേസ്റ്റാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാടൻ കറികളാണ്, അമ്മമാരുടെ കറികളാണ്. നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെയൊക്കെ വെച്ചേക്കണേ ഉച്ചക്കത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. പുളിയും ഉപ്പൊക്കെ ഇറങ്ങി കറക്റ്റായിരിക്കും. അപ്പം തന്നെ കഴിക്കരുത്, അതൊന്ന് പിടിക്കാനുണ്ടല്ലോ. അങ്ങനെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നാടൻ തക്കാളിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല പുളി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പുളി കുറച്ച് ഒഴിച്ചാൽ മതി. ഇവിടെ നാടൻ തക്കാളി അങ്ങനെ കിട്ടില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ ആപ്പിൾ തക്കാളി നമ്മുടെ ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും കണ്ടാലൊക്കെ മേടിച്ചുകൊണ്ട് തരും നാടൻ തക്കാളി. പച്ചക്കറിക്കാരൻ്റെ ഞങ്ങൾ പറഞ്ഞ പച്ചക്കറിക്കാരൻ വരും, അയാളുടെ ഈ തക്കാളി കൂടുതലുണ്ടാവുള്ളൂ. ഉള്ളപ്പോൾ നമ്മളിങ്ങനെ മേടിച്ച് നല്ലോണം കഴുകിയൊക്കെ എടുത്ത് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇരിക്കും. ഇങ്ങനത്തെ കറികൾക്കൊക്കെ നല്ല നാടൻ തക്കാളി വേണം. ആപ്പിൾ തക്കാളി ആകുമ്പോൾ നമുക്ക് ആ ഒരു പുളിപ്പ് കിട്ടില്ലല്ലോ. അങ്ങനെ നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മൾ അതിലോട്ട് വേണ്ട തേങ്ങയാണിത്. ചിലവർ പെരിഞ്ജീരകം ഇച്ചിരി പെരിഞ്ജീരകം ഇട്ട് അരക്കട്ടോ. ഞാനിവിടെ നല്ല ജീരകം ഇട്ട് ഒരു നുള്ളിട്ടിട്ടുള്ളൂ. അതിൻ്റെ ഫ്ലേവറൊന്നും വരില്ല, എന്നാൽ ആ തേങ്ങയിൽ ഉമ്മ ചെയ്യുന്ന കണ്ടിട്ടുള്ളതാണ്.
തേങ്ങയിൽ കുറച്ച് നല്ല ജീരകം ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. നമുക്ക് അരക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടുള്ള പൊടികളാണ് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്കതിലോട്ട് ഇടാം കേട്ടോ. പൊടിയിലിടുകയാണ്. നമ്മുടെ ഉള്ളിയും തക്കാളിയും മുളകൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊടിയിലിട്ട് കൊടുക്കാം. നമ്മൾ അതിലോട്ട് നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വഴുതന ഇടില്ല, പച്ചക്കായ ഒന്ന് നമ്മൾ പകുതി വെന്ത ശേഷം വഴുതിരിങ്ങ വേഗം പെട്ടെന്ന് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമ്മളത് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചക്കായ ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. വെന്തിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. നമ്മുടെ വഴുതന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കായ ഒരു 1-2 തിളച്ചാൽ മതി. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കായ വെന്തോളും. അപ്പോൾ നമ്മുടെ വഴുതന ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴുതന ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി തേങ്ങയും പുളിയും ഒക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ പുളി ഇപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് മീൻ ഇടുമ്പോൾ അതിലൊന്ന് ഇറങ്ങുമല്ലോ. ഒക്കെ നല്ല തിളച്ച് ഇതായിട്ടുണ്ട്. നമുക്കിനി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അതൊക്കെ തന്നെ അതിലോട്ടന്നെ നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് കൊടുക്കാനേ. മിക്സിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. നമ്മൾ തേങ്ങ ഒഴിച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഉണക്കമീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമീൻ ഇട്ടിട്ട് അധികം തിളയ്ക്കണ്ട, ഒന്ന് തിളച്ചിട്ട് നമുക്ക് അങ്ങനെ മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ട് നല്ല തിളച്ചിട്ടുണ്ട്. ഉപ്പ് ഇനി പോരെങ്കിലും മീനിൽ നിന്ന് ഇറങ്ങിക്കോളും, ഉണക്കമീനായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നെയ്യൊക്കെ തെളിയിട്ടു. അപ്പോൾ അടുപ്പ് ഓഫാക്കിയിരിക്കുകയാണ്. ചെറുക്കനിച്ച് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യൊക്കെ തെളിയും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബായ്.